Hi everyone, welcome to a new session. In this session, we are going to discuss the midpoint circle algorithm, which is an important topic in computer graphics. So let's start this session by briefly understanding what circle drawing algorithms are. In our last classes, we discussed about line drawing algorithms, right? അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ ഡ്രോയിങ് അൽഗോരിതംസും സർക്കിൾ ഡ്രോയിങ് അൽഗോരിതംസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തിനായിരിക്കും നമ്മൾ വീണ്ടും ഒരു പ്രത്യേക അൽഗോരിതം സർക്കിൾ ഡ്രോയിങ്ങിനായിട്ട് പഠിക്കുന്നത്? എന്തിനായിരിക്കും അപ്പോൾ? ലൈൻ ഡ്രോയിങ് അൽഗോരിതംസ് എന്ന് പറയുന്നത് രണ്ട് എൻഡ് പോയിൻറ്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിനെ പ്ലോട്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, അല്ലേ? അപ്പം അതിൽ നമ്മൾ പിക്സൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു? സ്ലോപ്പ് എമ്മിനെ ബേസ് ചെയ്തായിരുന്നു നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ DDAയും അതുപോലെ ബ്രസൻഹാംസും പഠിച്ചു. എന്നാൽ സർക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? സർക്കിൾ എന്ന് പറയുന്നത് ഒരു സെൻറ്ററിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ആയ റേഡിയസ് യൂസ് ചെയ്ത് നമ്മൾ കേർവ്ഡ് ഷേപ്പിൽ ആണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? സർക്കിൾ വരയ്ക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ലൈൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രം. നമ്മൾ ലൈൻ ഡ്രോയിങ് അൽഗോരിതം എന്താണ്? ഒരു ലൈൻ എന്ന് പറയുമ്പോൾ വൺ ഡയറക്ഷനിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഒരു സർക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോ പിക്സൽ പോയിൻറ്റ്സും സെൻറ്ററിനെയും റേഡിയസിനെയും അടിസ്ഥാനമാക്കി മൾട്ടി ഡയറക്ഷനിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. So these circle drawing algorithms are used to generate a circle on raster displays by calculating plotting the appropriate pixel positions based on the center and radius of the circle. And we have two important circle drawing algorithms. They are midpoint circle drawing algorithm and Bresenham circle drawing algorithms. Both of these algorithms use incremental calculations and integer arithmetics for plotting the point. In today's session, we are focusing on midpoint circle drawing algorithm. Midpoint circle algorithm രണ്ട് ബേസിക് കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് സർക്കിളിൻ്റെ സിമെട്രിക് പ്രോപ്പർട്ടിയും രണ്ട് ഇൻറ്റിജർ കാൽക്കുലേഷൻ. എന്താണ് സർക്കിളിൻ്റെ സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഒരു സർക്കിളിനെ നമ്മൾ 8 ഒക്ടൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ ഒക്ടൻസും എന്താണ്? സിമെട്രിക്കലാണ്, അല്ലേ? ഓരോ ഒക്ടനിലെ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ബാക്കി ഒക്ടൻസിലെ കമ്പ്യൂട്ടേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമ്മളിവിടെ ഇൻറ്റിജർ കാൽക്കുലേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സും അതുപോലെ ട്രിഗ്നോമെട്രിക് കാൽക്കുലേഷൻസും നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത ഇൻറ്റിജർ കാൽക്കുലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ മേക്ക് ഇറ്റ് ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻറ്റ് ഫോർ റാസ്റ്റർ ഡിസ്പ്ലേസ്. സർക്കിൾ സിമെട്രി എന്താണെന്ന് നോക്കാം. നമ്മളൊരു സർക്കിളിനെ XY കോർഡിനേറ്റിൽ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ 4 ക്വാഡ്രൻസ് കിട്ടും, അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ X വാല്യൂ Y വാല്യൂ എങ്ങനെയാണ് വരുന്നത്? എക്സും വൈയും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻ്റ് എടുക്കുമ്പോഴോ X വാല്യൂ നെഗറ്റീവും Y വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻ്റ് എടുക്കുമ്പോൾ എക്സും വൈയും നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇനി ഫോർത്ത് ക്വാഡ്രൻ്റ് എടുക്കുമ്പോൾ X വാല്യൂ പോസിറ്റീവും Y വാല്യൂ നെഗറ്റീവാണ്. ഇനി നമുക്ക് എന്താണ് ഒക്ടറ്റ് സിമെട്രി എന്ന കോൺസെപ്റ്റ് എന്ന് നോക്കാം. നമ്മുടെ ഓരോ ക്വാഡ്രൻറ്റിനെയും ഉള്ള സർക്കിളിൻ്റെ പോർഷനെ നമ്മൾ 45 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള 8 ഒക്ടൻസ് ഇവിടെ ഒബ്റ്റെയിൻഡ് ആയി. ഓക്കെ, ഈ ഓരോ ഒക്ടൻസിലെയും പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അവർ സിമെട്രിക്കലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഒക്ടൻറ്റിലെ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചാൽ അതിൽ നിന്നും ബാക്കി ഉള്ള 7 ഒക്ടൻസിലെ പോയിൻ്റ് നമുക്ക് ഈസിലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ 0 to 45 ഡിഗ്രി വരുന്ന പോർഷനിലെ ആ വരുന്ന ഒക്ടേറ്റിലെ ഒരു പോയിൻ്റ് നമ്മൾ XY എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് 45 to 90 വരുന്ന അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരേ ക്വാഡ്രൻറ്റിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? Y, X എന്നായിരിക്കും. കാരണം അവർ തമ്മിൽ മിറർ ഇമേജസ് ആണ്. സിമിലർലി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഈ 2 പോയിൻറ്റ്സിൻ്റെ മിറർ ഇമേജസ് ആയിരിക്കും സെക്കൻഡിൽ വരുന്നത്, അല്ലേ? അപ്പോൾ XY എന്നതിന് ഈക്വലൻ്റ് ആയിട്ട് അപ്പുറത്ത് എന്ത് വരും? -X, Y എന്നും YX എന്ന് പറയുന്നതിന് പകരമായിട്ട് അപ്പുറത്ത് -Y, X വരും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ XYക്ക് 3, 5 എന്ന മാഗ്നിറ്റ്യൂഡ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒക്ടേറ്റിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? Y, X എന്ന് പറയുന്നത് 5, 3 ആവും, അല്ലേ? സെക്കൻഡ് ഒക്ടേറ്റിലാണെങ്കിലോ -5, 3യും -3, 5. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഓരോ ഒക്ടേറ്റിലെ ഫുൾ പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ബാക്കി 7 ഒക്ടേറ്റ്സിലെ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ 8-way സിമെട്രി ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്.
മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതം അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഒക്ടേറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഫസ്റ്റ് ഒക്ടേറ്റ് മാത്രമായിട്ട് നമുക്ക് മാറ്റിയൊന്ന് വരച്ച് കൺസിഡർ ചെയ്താം. നോക്കിയേ, ഇവിടെ നോക്കിയേ, ആദ്യത്തെ എൻ പോയിൻറ്റ് y കോർഡിനേറ്റിന് അവിടുത്തെ കോർഡിനേറ്റ് വാല്യൂ 0,r എന്ന് വരും. ഫസ്റ്റ് ഒക്ടേറ്റിൻ്റെ എൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഏത് വരെയാണ് വരുന്നത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ വരെ നമുക്ക് ആ ഒക്ടേറ്റിൻ്റെ എൻ പോയിൻറ്റ്, ഫസ്റ്റ് ഒക്ടേറ്റിൻ്റെ എൻ പോയിൻറ്റ്. അപ്പോൾ അതിനിടയ്ക്ക് 0,r ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ വരെയുള്ള പോയിൻറ്റ്സാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, എക്സ് വാല്യൂ എന്ന് പറയുന്നത് യൂണിറ്റ് ഇൻ്റർവെല്ലിൽ ഇൻക്രിമെൻറ്റ് ചെയ്യും. അതേസമയം വൈ വാല്യൂ എന്താ ചെയ്യുന്നത്, വൈ വാല്യൂ ഡിക്രിമെൻ്റ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വൈ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് ഏത് വൈ വാല്യൂ ആണ് എന്നുള്ള കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മിഡ് പോയിൻറ്റ് അൽഗോരിതത്തിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നത് നമ്മുടെ ഒക്ടേറ്റ് ആണെന്നും ഈ നമ്മൾ റൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്ന പിക്സൽ പോയിൻറ്റ്സ് ആണെന്നും വിചാരിക്കാം. ഇവിടെ ആദ്യത്തെ പിക്സൽ പോയിൻ്റ് നമുക്ക് കുഴപ്പമില്ല, അതിൻ്റെ കോർഡിനേറ്റ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം, എക്സ് കെ വൈ കെ. പക്ഷേ രണ്ടാമത്തെ പിക്സൽ പോയിൻ്റ് നോക്കിയേ, അതിൽ എക്സ് കെയുടെ വാല്യൂവിന് കൺഫ്യൂഷൻ ഇല്ല, എക്സ് കെ പ്ലസ് 1 ആയിട്ട് പോകുന്നത്. പക്ഷേ വൈ കെയുടെ അവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കിയേ, വൈ കെ എടുക്കണോ വൈ കെ മൈനസ് 1 എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസിഷൻ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഡിസിഷൻ പാരാമീറ്ററായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മിഡ് പോയിൻ്റ് എന്ന കൺസെപ്റ്റാണ്. അതായത് രണ്ട് പോയിൻറ്റ്സിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നു. മിഡ് പോയിൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ കോർഡിനേറ്റ് എക്സ് കെ പ്ലസ് 1 വൈ കെ ആണോ അല്ലെങ്കിൽ എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1 ആണോ ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കിട്ടുന്ന മിഡ് പോയിൻറ്റ് വാല്യൂവിനെ നമ്മൾ സർക്കിൾ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് സർക്കിൾ ഫംഗ്ഷൻ എന്നാണ്. സർക്കിൾ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫ് സർക്ക് ഓഫ് എക്സ് കോമ വൈ. എക്സ് കോമ വൈ എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പിക്സൽ പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇവിടെ ആർ എന്ന് പറയുന്ന റേഡിയസ്. ഇവിടെ കിട്ടുന്ന വാല്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത പോയിൻ്റ് എന്ന് പറയുന്നത് സർക്കിൾ ബൗണ്ടറിക്ക് അകത്താണെന്നാണ്. ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ആ പോയിൻ്റ് സർക്കിൾ ബൗണ്ടറിയിൽ തന്നെയാണെന്നാണ്. ഇനി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ സർക്കിൾ ബൗണ്ടറിക്ക് പുറത്താണ്. ഇവിടെ ഈ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന, നമ്മുടെ ഡിസിഷൻ പാരാമീറ്ററായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മിഡ് പോയിൻറ്റ് വാല്യൂ, ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് ലെസ് ദാൻ 0 ആണെങ്കിലോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലോ നമ്മൾ വൈ കെ ആണോ വൈ കെ മൈനസ് 1 ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനിൽ ആ വാല്യൂ പ്ലോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡ് പോയിൻ്റ് ആണ് അല്ലേ. നമ്മൾ മിഡ് പോയിൻ്റ് ഏത് രണ്ട് പോയിൻറ്റ്സിൻ്റെ മിഡ് പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്, എസ് കെ പ്ലസ് 1 വൈ കെയുടെയും എസ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1ൻ്റെയാണ്. അപ്പോൾ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ആവറേജ് ആണ് അല്ലേ. അപ്പോൾ എൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്, എസ് കെ പ്ലസ് 1 പ്ലസ് എക്സ് കെ പ്ലസ് 1/2, അതുപോലെ വൈ കെ പ്ലസ് വൈ കെ മൈനസ് 1/2 വരും. പിന്നെ നമുക്ക് 2 എക്സ് കെ പ്ലസ് 1/2 എന്ന് എഴുതാം. അതിൽ 2 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ എക്സ് കെ പ്ലസ് 1, അതുപോലെ വൈ കെ പ്ലസ് വൈ കെ മൈനസ് 1/2ൽ 2 വൈ കെ ബൈ 2 ക്യാൻസലായി പോയാൽ ബാക്കി എത്രയാണ്, വൈ കെ മൈനസ് 1/2. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഈ മിഡ് പോയിൻ്റ് വാല്യൂസാണ് നമ്മൾ ഏതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, സർക്കിൾ ഫംഗ്ഷനായ എഫ് ഓഫ് എക്സ് കോമ വൈയിലേക്ക് കൊടുക്കാം. നമ്മൾ ബ്രസൻഹാംസിൽ കണ്ടുപിടിച്ചതുപോലെ ഇവിടെ ഡിസിഷൻ പാരാമീറ്റർ പി കെ എന്ന് പറയുന്ന സർക്കിൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. സർക്കിൾ ഫംഗ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന പ്ലോട്ട് ഏതാണ്, എസ് കെ പ്ലസ് 1ഉം വൈ കെ മൈനസ് 1/2 ആണ് കോർഡിനേറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സർക്കിൾ ഇക്വേഷൻ അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിലേക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, എക്സ് കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ കെ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 1. സിമിലർലി നമ്മൾ എടുത്ത് കണ്ടുപിടിക്കണം, പി കെ പ്ലസ് 1 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എക്സ് കെയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കും, എക്സ് കെ പ്ലസ് 1ഉം വൈ കെയുടെ സ്ഥാനത്ത് വൈ കെ പ്ലസ് 1. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും, എക്സ് കെ പ്ലസ് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ കെ പ്ലസ് 1 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2 മൈനസ് 1 അതായത് പി കെ പ്ലസ് 1 മൈനസ് പി കെ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എക്സ് കെ പ്ലസ് 1 എന്ന് നമ്മൾ കൊടുത്തിടത്തെല്ലാം നമുക്ക് നോർമൽ എക്സ് കെ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ എക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ്ലി യൂണിറ്റ് ഇൻ്റർവെല്ലിൽ ഇൻക്രിമെൻ്റ് ചെയ്യണം. എന്നാൽ വൈയുടെ വാല്യൂ നമുക്ക് അത് തന്നെ വൈ കെ പ്ലസ് 1 ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് കട്ട് ചെയ്യാമെന്നുള്ള എല്ലാം കട്ട് ചെയ്ത് മിനിമൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പി കെ പ്ലസ് 1ൻ്റെ ഇക്വേഷൻ കിട്ടും. അതാണ് പി കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു പി കെ പ്ലസ് 2 ഇൻറ്റു എക്സ് കെ പ്ലസ് 1 പ്ലസ് വൈ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ കെ ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ പ്ലസ് 1.
ഇതിനെ ബേസ് ചെയ്താണ് നമ്മളിനി ഇനിഷ്യൽ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഇനി ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഫസ്റ്റ് പോയിൻ്റ് x0 y0 എന്ന് പറയുന്നത് 0,r ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ P0 എന്ന് പറയുന്നത് എന്തായിരിക്കും? f(x0 y0) ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ f(0 + 1, r - 1/2) 0 + 1 നമുക്ക് 1 എന്ന് r - 1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1² + r - 1/2 the whole square minus r². ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 - r എന്ന് വരും. നമ്മളിവിടെ എന്ത് കാൽക്കുലേഷൻ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ? ഇൻറ്റിജർ കാൽക്കുലേഷൻ മാത്രമേ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ 5/4 എന്നതിനെ റൗണ്ട് ചെയ്ത് 1 ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിഷ്യൽ പാരാമീറ്റർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ P0 = 1 - r. അപ്പോൾ നമ്മൾ ഇവിടെ മിഡ് പോയിൻ്റ് എന്നുള്ളത് P0യുടെ വാല്യൂ <0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം സർക്കിൾ ബൗണ്ടറിക്ക് അകത്താണ്. അങ്ങനെയാണെങ്കിൽ ഏത് പോയിൻ്റ് ഹൈലൈറ്റ് ചെയ്യും? നമ്മൾ YK എന്ന് പറയുന്ന പോയിൻ്റ് ഹൈലൈറ്റ് ചെയ്യും. ഇനി PK > 0 എന്ന് വെച്ചാലോ സർക്കിൾ ബൗണ്ടറിക്ക് പുറത്തും, ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ സർക്കിൾ ബൗണ്ടറിയിലാണ്. ഈ രണ്ട് കേസ് വന്നാലും നമ്മൾ ഏത് പോയിൻ്റ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്? YK - 1 എന്ന പോയിൻ്റ് ആയിരിക്കും. ഇത് ബേസ് ചെയ്താണ് നമ്മൾ നെക്സ്റ്റ് PK + 1 ഏതാണെന്നുള്ളത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? PK > 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് പിക്സൽ പോയിൻറ്റ്സ് ആയിട്ട് എടുക്കുന്നത്? XK + 1. ഇപ്പോഴത്തെ XKയുടെ കൂടെ ഒരു വാല്യൂ ആഡ് ചെയ്യും. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് YK - 1. ഇപ്പോഴത്തെ വാല്യൂവിൻ്റെ കൂടെ 1 കുറയും. ഇത് നമ്മുടെ PK + 1 എന്ന ജനറൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് PK + 1 കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ കിട്ടും? PK + 1 = PK + 2XK - 2YK + 5 എന്ന് കിട്ടും. ഇനിയല്ല, PKയുടെ വാല്യൂ <0 ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് ഏതൊക്കെയായിരിക്കും? XK + 1 ഉം YKയും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് PK + 1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PK + 1 = PK + 2XK + 3 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം എന്താണെന്ന് നോക്കുന്നത്. അപ്പോൾ അൽഗോരിതത്തിൻ്റെ നമ്മളറിയാം ഇതിലെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ഒരു ഒക്ടേറ്റിനെ പോയിൻറ്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്റർ 0, 0 എന്നായിരിക്കും അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഒറിജിനൽ സെൻറ്റർ 0, 0 അല്ലെങ്കിൽ അത് നമ്മൾ XC, YC എന്ന കോർഡിനേറ്റ് പൊസിഷൻ സേവ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ഇനിഷ്യൽ പോയിൻ്റായ X0, Y0, 0R എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0 കണ്ടുപിടിക്കും. നമുക്ക് 0 to R to Xൻ്റെ വാല്യൂ > Y വരെയുള്ള കണ്ടീഷൻ നമുക്ക് ഈ അൽഗോരിതം വർക്ക് ചെയ്യണം. അപ്പോൾ P0 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും കിട്ടിയ വാല്യൂ <0 ആണോ? <0 ആണെങ്കിൽ നെക്സ്റ്റ് എടുക്കേണ്ട കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും? XK + 1 ഉം YKയും ആയിരിക്കും. നെക്സ്റ്റ് PK + 1 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ PK + 2XK + 3 ആയിരിക്കും. അല്ല, ഇനിയും PKയുടെ വാല്യൂ എൽസ് കണ്ടീഷനാണ് അല്ലേ? കണ്ടുപിടിച്ച ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് > 0 ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട പിക്സൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? പിക്സൽ പോയിൻ്റ് എന്ന് പറയുന്നത് SK + 1 ഉം YK - 1 ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് റാസ്റ്ററൈസ്ഡ് പിക്സൽ എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് PK + 1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് PK + 2XK - 2YK + 5. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രിക് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. ഇനിയല്ല, നമ്മൾ കൊടുത്ത സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഗിവൺ ക്വസ്റ്റ്യനകത്ത് ഒറിജിൻ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗിവൺ സർക്കിളിൻ്റെ സെൻറ്റർ XC, YC ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഓരോ X പോയിൻറ്റിൻ്റെ കൂടെയും ആ സർക്കിൾ Xൻ്റെ വാല്യൂൻ്റെ കൂടെ XCയും Yയുടെ വാല്യൂയുടെ കൂടെ YCയും ആഡ് ചെയ്യാം. എന്നിട്ട് X > Y വരുന്നത് വരെ ഈ സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ന്യൂമറിക്കൽസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഇതിൻ്റെ വർക്കിംഗ് ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.